വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ മനസ്സ് വയ്ക്കുന്നവർക്ക് ഇണങ്ങിയിരിക്കാൻ പറ്റും. തമ്മിലിണക്കിയ നഗരമായിട്ട് അവകാശം പ്രാപിക്കാൻ പറ്റും. അടുത്ത് തമ്മിലിണക്കിയ നഗരമായിട്ട് പണിതിരിക്കുന്ന യെരൂശലേം. ആ യെരൂശലേമിന്റെ അവകാശം പ്രാപിക്കാൻ കഴിയും. ആ യെരൂശലേമിന്റെ അവകാശിയാകാത്തവർക്ക് സിയോന്റെ ഉപദേശം അംഗീകരിക്കാൻ കഴിയില്ല. സിയോന്റെ ഉപദേശം അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇണങ്ങുന്നില്ല, ഐകമത്യമില്ല, ഏകാഗ്രതയില്ല. സ്വന്തം വഴിയുടെ സ്വന്തം ആലോചന പ്രകാരം നടക്കുന്നു. അത് മുഖാന്തരം ഹൃദയകണ്ഠത്തിന് ഏൽപ്പിക്കുന്നു. അത് മുഖാന്തരം സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കും. ഇതിനൊന്നും ദൈവ ഉത്തരവാദിയല്ല, അവരവർ തന്നെയാണ് ഉത്തരവാദി. പൈസല്ലോ പലരും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം ചതിയനാണ്, ദൈവ കൊലപാതകനാണ്, ദൈവ ശിക്ഷകനാണ്, ദൈവ സംഹാരകനാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയാണ്. എന്തോ ഒരു കഷ്ടമെന്ന് ഓർക്കും. യേശു അങ്ങനെയല്ല, യേശു സ്നേഹമാണ്. പൈസല്ലോ അവിടെ ചിലരോട് ഞാൻ പറയുന്നത്, കേട്ടനുസരിക്കാത്തത് കൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ശിക്ഷ കൊടുക്കുന്നത്. ശിക്ഷ നിരസിക്കാൻ രക്ഷയില്ല. കൊന്നുകളയൊന്ന് പറഞ്ഞ് മുന്നമേ അറിയിച്ചിട്ടാണ് ഇന്ന ഇന്ന പ്രവൃത്തിയിൽ അതിന്റെ അനന്തരഫലം മരണമാണ് എന്ന് അറിയിച്ചിട്ടാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിന് അത് ചെയ്യാൻ സമയമായില്ല. യേശുക്രിസ്തുവിന് അത് ചെയ്യാൻ സമയമായില്ല. സമയം ചെയ്യും. കയ്യും കാലം കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിവിടും. അപ്പൊ യേശുക്രിസ്തുവിനൊരു സമയമായില്ല, ദൈവത്തിന് അതിന് സമയമായിരുന്നു. അപ്പോൾ ഇസ്രായേലിനോട് ദൈവത്തിന് ചെയ്യാൻ വേണ്ടി ആ സമയമായിരുന്നു, അതുകൊണ്ട് ദൈവം ചെയ്തു. ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും അവരെന്ത് ചെയ്തില്ല, മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും മനം തിരിഞ്ഞില്ല. പക്ഷെ മനം തിരിഞ്ഞ നിലവെ പട്ടണത്തിലുള്ളവരെന്ത് ചെയ്തു? വരുത്തുമെന്ന് പറഞ്ഞ് അനർത്ഥം വരുത്തിയില്ല. അപ്പോഴത് ദൈവമല്ലേ, അത് യേശുക്രിസ്തുവല്ലേ. പൈസല്ലോ. അപ്പോൾ അനുദമിച്ചവരുടെ ജീവിതത്തിലും മടങ്ങി വന്നവരുടെ ജീവിതത്തിലും ഭക്തിയോടെ നിലനിന്നവരുടെ ജീവിതത്തിലും ദൈവം ചെയ്തില്ല, അനർത്ഥം വരുത്തിയില്ല, സംഹാരകൻ വന്നില്ല. അവർക്ക് ദൈവം ഒരു സംഹാരകനായിട്ട് ഇടർച്ചകലുമായിട്ട് മാറിയില്ല. പൈസലോ. എന്നാൽ അനുസരണക്കേടിൽ മനോമത്തന്മാരായി ജീവിച്ചവർക്ക് അതിൻ്റെതായ മുന്നറിയിപ്പുകൾ കൊടുത്തു. മനം തിരിയാത്ത പക്ഷം, മനം തിരിയാത്ത കാരണത്താൽ അനന്തരഫലമായിട്ട് അവരെ ദൈവം ശിക്ഷയ്ക്ക് ഏൽപ്പിക്കും. യേശുക്രിസ്തു അതുപോലെ ചെയ്യും. പൈസലോ. യേശുക്രിസ്തു മഴ കണ്ടില്ല, എങ്ങനെ വന്നില്ല. പൈസല്ല. ഇപ്പൊ കർത്താവ് യേശുക്രിസ്തുവിന് അത് ചെയ്യാൻ സമയമായില്ല. ഇപ്പൊ എല്ലാം മുന്നറിയിപ്പാണ്. ശാസ്ത്രയിൽ കൂടെ, ഉപദേശത്തിൽ കൂടെ, പ്രബോധനത്തിൽ കൂടെ, തിരുത്തലിൽ കൂടെ, ഗുണീകരണത്തിൽ കൂടെ ഇപ്പൊ എല്ലാം മുന്നറിയിപ്പ് കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ കർത്താവ് അത് ചെയ്യും, യേശുക്രിസ്തു അത് ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ യഹോവ ദൈവവും കർത്താവ് യേശുക്രിസ്തുവും തുല്യത്തിന് സമത്തിന് സമമാണ്. ശിക്ഷിക്കേണ്ടടുത്ത് ഒരുപോലെ തന്നെ ശിക്ഷ നടപ്പിലാക്കും, രക്ഷിക്കേണ്ടടുത്ത് ഒരുപോലെ തന്നെ രക്ഷയും നടപ്പിലാക്കും. അത് രണ്ടും സമത്തിന് സമമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ക്രൈസ്തവ ലോകത്തിൽ പലവിധമായ വിധത്തിലാണ് വ്യക്തികളുടെ തിരിച്ചറിവ്. ദൈവത്തെ ദുഷിച്ചു, ദൈവത്തെ പരിഹസിച്ചു, ദൈവത്തെ അപമാനിച്ചു, അങ്ങനെ പല വിധത്തിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അങ്ങനെ നമുക്ക് അറിയാൻ കഴിയുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും അറിയാൻ കഴിയില്ല. ഓരോരുത്തരും മനോബോധം അങ്ങനെയൊക്കെയാണ്. ശരിക്കും ദുഷ്ടതയുടെ മനോബോധമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ അധികമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ റോമലേഖനം
2-ാം പറയുന്നത് ദൈവത്തിന്റെ ദയ. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദയ അല്ല അവിടെ, പിന്നെ ദൈവത്തിന്റെ ദയ. യഹോവയാ ദൈവത്തിന്റെ ദയ. പിന്നെ ഒരാൾ ഇടയ്ക്ക് പറഞ്ഞത് യഹോവ എന്ന് പേരിട്ടത് മോശയാണ് പേരിട്ടത്. ദൈവത്തിന് യഹോവ എന്ന് പേരിട്ടത് മോശ എന്നാണ്. അപ്പൊ നോക്കണം, ഏതെല്ലോ വിധത്തിൽ മനുഷ്യ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്ന് മരവിച്ച് നിർജീവമായിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ ദൈവബന്ധം, അത് യഹോവയായ ദൈവബന്ധം ദൈവം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് മോശ എന്ന മനുഷ്യൻ അതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ. ഹല്ലേലൂയ. അപ്പൊ നിനവേ ദേശത്തിലെ ജനത്തെ എന്ത് ചെയ്തു? 1,20,000 ചില്ലുവാനം ജനത്തെ ദൈവത്തിന്റെ എന്ത് ചെയ്തു? മാനസാന്തരത്തിലേക്ക് നടത്തി. അതവർ അറിഞ്ഞു, അതവർ ഗ്രഹിച്ചു, അതവർ മനസ്സിലാക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ മനം തിരിയാൻ കാരണമായി മാറിയത്. സ്തോത്രം. ഇപ്പൊ ദൈവത്തിന്റെ ദയ നിലവിലെ ദേശത്തിലുള്ള വ്യക്തികളെ അടക്കം മാനസാന്തരത്തിലേക്ക് നടത്തി എന്നറിയണം. അവിടെ ദൈവ കൊലപാതകനായിരുന്നില്ല, അവിടെ ദൈവ സംഹാരകനായിരുന്നില്ല, അവിടെ ദൈവം കോപിക്കുന്ന ദൈവമായിരുന്നില്ല. മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ മുന്നറിയിപ്പിൽ എന്ത് ചെയ്തു? അവർ ഉൾക്കൊണ്ടു, ഏറ്റെടുത്തു. ഏറ്റെടുത്തപ്പോൾ അതവർക്ക് എന്തായി മാറി? ശാപമായിട്ടല്ല മാറിയത്, അതവർക്ക് നിത്യജീവനായി മാറി, മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തിയായി മാറുവാനിടയെ. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് വരുത്തും എന്ന് പറഞ്ഞ മുന്നറിയിപ്പ് കൊടുത്ത അനർത്ഥം അവർക്ക് വരുത്തിയില്ല എന്ന് ആമേൻ സ്തോത്രം യോനാ പ്രവാചകനിൽ കൂടെ അത് വെളിപ്പെടുത്തുവാനിടയായി. സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മെ ദിനംതോറും ഓരോ നിമിഷത്തിൽ നമ്മെ മാനസാന്തരത്തിലേക്ക്, മനംതിരിലേക്ക് നടത്തുകയാണ് എന്ന് നമ്മൾ അറിയണം. എത്ര അറിയുന്നു? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നു, നീതിയിലേക്ക് നടത്തുന്നു, വിശുദ്ധിയിലേക്ക് നടത്തുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ദയയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇത് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രബോധനം കേൾക്കുന്നവരായിരിക്കും. ആണ് പ്രാരംഭത്തിൽ കേട്ടത് 12-ാം അധ്യായം സദൃശവാക്യത്തിൽ. പ്രബോധനം ഇഷ്ടപ്പെടുന്നവർ, പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ആ പ്രബോധനം ഇഷ്ടപ്പെടാത്തവരെ ദൈവം മാനസാന്തരത്തിലേക്ക് നടത്തുന്നുണ്ടോ? എന്തുകൊണ്ട്? അത് ദൈവത്തിന്റെ കുറ്റമാണോ? പ്രബോധനം ഇഷ്ടപ്പെടാത്ത നമ്മുടെ കുറ്റമാണ്, നമ്മളിലുള്ള കുറ്റമാണ്. പ്രബോധനം ഇഷ്ടപ്പെട്ടാൽ അവരെ ദൈവത്തിന്റെ ദയയാൽ മാനസാന്തരത്തിലേക്ക് നടത്തും. സ്തോത്രം. അത് അല്പമാണെങ്കിൽ അല്പം, അധികമാണെങ്കിൽ അധികം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് നമ്മൾ മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. അത്രയും ദൈവത്തിന്റെ ദയ നമ്മൾ പ്രയോജനപ്പെടും. ബാക്കി ദൈവത്തിന്റെ ദയ നമുക്ക് കാണിക്കാത്തതുകൊണ്ടല്ല, നമ്മൾ പ്രബോധനം കേൾക്കാത്തതുകൊണ്ടാണ് ബാക്കി ദയ വരാത്തത്. എത്രത്തോളം പ്രബോധനം കേൾക്കുമോ അത്രത്തോളം ദൈവത്തിന്റെ ദയ നമ്മളിലേക്ക് വ്യാപരിക്കും. സ്തോത്രം. എത്രത്തോളം മുന്നറിയിപ്പുകൾ നമ്മൾ ഗണ്യമാക്കുമോ അത്രത്തോളം ദൈവത്തിന്റെ ദയ നമ്മളിൽ പ്രവർത്തിക്കും. ദൈവത്തിന്റെ ദയ നമ്മളിൽ പ്രവർത്തിക്കുന്ന അനുസരിച്ച്, ആ അളവനുസരിച്ച് നാം മാനസാന്തരത്തിലേക്ക് തിരിയുന്ന അനുസരിച്ച് നമ്മുടെ പ്രവൃത്തി നന്നാവും. ഹല്ലേലൂയ.
മാനസാന്തരത്തിലേക്ക് തിരിയുന്നതനുസരിച്ച് നമ്മുടെ പ്രവൃത്തി നന്നാവും. എങ്ങനെ നന്നാവും? മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകൾക്കൊത്തവണ്ണം പ്രവൃത്തി നന്നാവും. അല്ലേ? അമ്മ പറ. തെറ്റിയോ ശരിയോ പറഞ്ഞത്? ഇപ്പൊ മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകളുടെ പ്രവൃത്തികൾക്കൊത്തവണ്ണമല്ല നമ്മുടെ മാനസാന്തരം വരുന്നത്. മാനസാന്തരത്തിന്റെ പ്രവൃത്തി വരുന്നത് ദൈവകൽപ്പനകൾക്കൊത്തവണ്ണമാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അതാണ് ദൈവം ഇച്ഛിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് പിന്നും ദൈവത്തിന്റെ ദയ പിന്നും മാനസാന്തരത്തിലേക്ക് തിരിക്കുന്നത്. മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പന നമ്മെ തകർത്തുകളെ, നമ്മെ കൊല്ലും, നമ്മെ നശിപ്പിക്കും, നമ്മെ ബന്ധിക്കും, കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിയിടുകൊണ്ടൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കും മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പന. ഹല്ലേലൂയ. ക്രൈസ്തവ ലോകത്തിൽ അധികമായി നടനമാടി നിൽക്കുന്നത്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദിക്കുന്നത് മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകളാണ്. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ക്രിസ്തീയ ഗോളത്തിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, മഹാമാരി പോലെ, ഒരു വലിയ പുരുഷാരത്തിന്റെ കോശം പോലെ പ്രസംഗിക്കപ്പെടുന്നത് 99% മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് അപ്പോഴപ്പോഴാ കണ്ടത് ഒത്തവണ്ണം ജീവിക്കുക. അപ്പോഴപ്പോഴായിട്ട് കണ്ടതിനൊത്തവണ്ണം ജീവിക്കുക. അതെല്ലാം മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയിൽ വരുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന്റെ വചനം ഇന്നലെയും എന്നും എന്നേക്കും അനന്യമാണ്. അപ്പോഴപ്പോഴ കണ്ടതുപോലെ ജീവിക്കാനല്ല ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനം അന്നും ഇന്നും എന്നും അനന്യമാണ്. അതിന് ഒരു മാറ്റവുമില്ല. അത് അതാത് സമയം കണ്ടതുപോലെ ജീവിക്കാനുള്ള അനുവാദം തരുന്നതല്ല ദൈവത്തിന്റെ വചനം. അതെല്ലാം മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയിൽ വരുന്നതാണ്. പ്രൈസലോ. എന്താണ്? അപ്പോഴപ്പോഴെ കണ്ടതുപോലെ ജീവിക്കുക, കാലത്തിനൊത്തവണ്ണം കോലം കെട്ടുക. അപ്പൊ ഇതെല്ലാം മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയുള്ള കാര്യം. സ്തോത്രം. അതിൽ നമ്മൾ നിലനിൽക്കുന്നു എങ്കിൽ, ആ മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പന നമ്മുടെ മേൽ കർത്തൃത്വം ചെയ്യുന്നു എങ്കിൽ ദൈവത്തിന്റെ ദയ നമ്മളിലേക്ക് ഇല്ല. നമുക്ക് മാനസാന്തരത്തിലേക്കുള്ള തിരിവില്ല, മാനസാന്തരത്തിന്റെ പ്രവൃത്തി ഇല്ല. അതുകൊണ്ട് അതിന് തക്കവണ്ണം ദൈവം നമുക്ക് പ്രതികാരം ചെയ്യും. അത് ദൈവത്തിന്റെ കുറ്റമല്ല, നമ്മുടെ അറിവില്ലായ്മയുടെ കുറ്റമാണ്. പ്രൈസലോ. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ അറിയിച്ചില്ല, അതിന്റെ കുറ്റമാണ്. നമ്മൾ അറിഞ്ഞില്ല, അതിന്റെ കുറ്റമാണ്. അറിയാൻ നമ്മളെ താല്പര്യപ്പെട്ടുമില്ല, അതിന്റെ കുറ്റമാണ്. കുറ്റം ദൈവത്തിന്റെ പക്ഷത്തല്ല, കുറ്റം മനുഷ്യന്റെ പക്ഷത്ത്. ഹല്ലേലൂയ. കുറ്റം പിശാചിന്റെ പക്ഷത്തല്ല, കുറ്റം മനുഷ്യന്റെ പക്ഷത്ത്. കാരണം ദൈവത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനല്ല ക്രിസ്തു മരിച്ചത്, പിശാചിന്റെ കുറ്റത്തിന്റെ പരിഹാരത്തിനല്ല ക്രിസ്തു മരിച്ചത്. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന്. അതുകൊണ്ട് മനുഷ്യനാണ് പാപി എന്ന് തിരിച്ചറിയണം, തിരിച്ചറിവ് പ്രാപിക്കണം. പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രബോധനം ആവശ്യമാണ്. അതിന് 12-ാം അധ്യായത്തിൽ പറയുന്നു, പ്രബോധനം ഇഷ്ടപ്പെടുന്നവർ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. സകല ഭാഷകളിലും തകർത്ത പ്രസംഗങ്ങൾ നടക്കുന്നു. വാട്സാപ്പിൽ കൂടിയാണെങ്കിലും യൂട്യൂബിൽ കൂടിയാണെങ്കിലും ഫേസ്ബുക്കിൽ കൂടിയാണെങ്കിലും ഏത് വിധേനയാണെങ്കിലും തകർത്ത പ്രസംഗങ്ങൾ റെക്കോർഡിംഗായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. പ്രബോധനം ഇഷ്ടപ്പെടണം. പ്രബോധനം ഇന്നതില്ലാതെ പ്രബോധനം എന്നൊക്കെ ഒന്ന് വെളിപ്പെടുത്തി പഠിപ്പിക്കുവാൻ എത്ര പ്രസംഗകരാണ് തയ്യാറാകുന്നത്. അപ്പോൾ ആ ചാനൽ വഴി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ആ നദി വഴി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയാണോ അതോ
ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ നമ്മള് ഇന്നലെയും ഇന്നൊന്നേക്ക് അനന്യമായ തിരുവെഴുത്തുകളാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ശാസന വെറുക്കുന്നവൻ ആരാണ്? മൃഗപ്രായനാണ്. സ്തോത്രം. പ്രബോധനം എന്ന് പറയുമ്പോൾ ഒരുപാട് ആ തിരിച്ചറിവ് നമ്മൾ പ്രാപിക്കാൻ കഴിയും. സ്തോത്രം. അതിലൊരു ഭാഗമാണ് അപ്പോസ്തലരുടെ പുസ്തകത്തിൽ പറയുന്നത്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടത്തിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്ന് അവൻ പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. രോഗസൗഖ്യം തരും, കഷ്ടത മാറും എന്ന് പറഞ്ഞില്ല അവരുടെ മനസ്സിനെ ഉറപ്പിച്ചത്. അവരെ മനസ്സിനെ ഉറപ്പിച്ചത് വിശ്വാസത്തിൽ നിലനിൽക്കണം. അപ്പൊ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ വിശ്വാസത്തിലായിരിക്കുന്നുവോ എന്ന് ശോധന ചെയ്യണം. ശോധന ചെയ്യണമെങ്കിൽ പ്രബോധനം കേൾക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പ്രബോധനം കേൾക്കാത്തിടത്തോളം വിശ്വാസത്തിലാണോ എന്ന് ശോധന ചെയ്യാൻ കഴിയില്ല. ശോധന ചെയ്യാൻ കഴിയാത്തിടത്തോളം വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. ഇനി വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. മാനസാന്തരവും മാനസാന്തരത്തിന്റെ പ്രവൃത്തിയുമാണ് നമ്മെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. മാനസാന്തരവും മാനസാന്തരത്തിന്റെ പ്രവൃത്തിയുമാണ് നമ്മെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. അത് ലോകം ഒരുപക്ഷെ അംഗീകരിച്ചെന്ന് വരില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം അത് അംഗീകരിക്കും. ദൈവം അംഗീകരിക്കുന്ന വിധത്തിൽ നമ്മൾ ജാഗരിക്കപ്പെടണം. നമ്മൾ മനസ്സ് തിരിക്കപ്പെടണം. അതിന് തക്കവണ്ണമുള്ള തിരിച്ചറിവുകൾ പ്രബോധനമായി നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ദയ കാണിക്കുന്നത്. നമുക്ക് ഭൂമിയിൽ ആയുസ് ഒരു ദിവസം കൂടി തന്നത്, ഒരു കൂട്ടായ്മയോട് കൂടി വരുവാൻ അവസരം തന്നത്. ഹല്ലേലൂയ. പ്രബോധനം ഇഷ്ടപ്പെട്ട് പരിജ്ഞാനം ഇഷ്ടപ്പെട്ടു. പ്രബോധനം ഇഷ്ടപ്പെട്ട് പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു എങ്കിൽ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ ദൈവം അവരോട് ദയ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിവുകളുടെ ആത്മനിയോഗത്തിലേക്ക്, ആത്മീയ മണ്ഡലത്തിലേക്ക് നമ്മുടെ മനോബോധം എത്തിച്ചേർന്നില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല. തമ്മിൽ ഇണക്കിയ നഗരമായി നമുക്ക് ആ പണിയപ്പെടാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പൊ തമ്മിലിണക്കിയ നഗരത്തോട് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ തമ്മിൽ ഇണങ്ങുന്നവരായിരിക്കണം. ഏത് കാര്യത്തിൽ? പ്രബോധനത്തിന്റെ കാര്യത്തിൽ, മാനസാന്തരത്തിന്റെ കാര്യത്തിൽ, മാനസാന്തരത്തോടു കൂടി അതിന്റെ പ്രവൃത്തിയുടെ കാര്യത്തിൽ. പിന്നെ അടുത്ത സെക്ഷൻ വിശ്വാസം. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ എവിടെയെല്ലാം പാളിച്ചകൾ വരുന്നു, വീഴ്ചകൾ വരുന്നു, വഴിവഴിപ്പുകൾ വരുന്നു, ഇതെല്ലാം ഓർക്കുവാൻ, ആമേൻ, മനസ്സിലാക്കുവാൻ, തമ്മിൽ തമ്മിൽ പറയുവാൻ, അത് അംഗീകരിപ്പാൻ എല്ലാവരും തമ്മിൽ ഇണങ്ങുന്നവരായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നോട് പലരും പറയാറുണ്ട്. എന്നൊക്കെ പറയാറുണ്ട്? മാനസാന്തരപ്പെടാം. സ്തോത്രം. പക്ഷെ അവർ പറയുന്ന മാനസാന്തരം മനഃപ്പാഠമാക്കിയ മാനുഷികൽപ്പനയിലേക്ക് വരാനാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് ഇണങ്ങാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം പറയുന്നത് മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയിൽ നിന്ന് ദൈവകൽപ്പനയിലേക്ക് മനം തിരിയാനാണ്. അല്ലാതെ ദൈവകൽപ്പനയിൽ നിന്ന് മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയിലേക്ക് മനം തിരിയാനല്ല ദൈവം പറയുന്നു. അപ്പോൾ ദൈവം പറയുന്നതും മനുഷ്യൻ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം, തിരിച്ചറിയുമാറാക്കണം. ഹല്ലേലൂയ. ഈ തിരിച്ചറിയുമാറാക്കുന്ന കാര്യങ്ങളെല്ലാം പ്രബോധനത്തിൽ വരുന്ന, പ്രബോധനം എന്ന വാക്കിൽ വരുന്നതാണ്. പ്രബോധനം എന്ന ഹെഡിങ്ങിന്റെ ബാക്കി വിശദീകരണങ്ങളാണ്. സ്തോത്രം. സ്തോത്രം. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ എന്ത് ഇഷ്ടപ്പെടുന്നു? പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു.
പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നവൻ എന്ത് ചെയ്യുന്നു? പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കും. ഹല്ലേലൂയ. പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കുക അർത്ഥം പരിജ്ഞാന പ്രകാരം ദൈവത്തെ അറിയുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി ഇങ്ങനെ റോഡ് പോവുകയാണ്. ഞാൻ ധരിച്ചു. എന്ത് ധരിച്ചു? ഇത് ഇന്ന വീട്ടിലുള്ള ഇന്നാരാണെന്ന് ഞാൻ ധരിച്ചു. ധരിക്കുക, വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് അറിഞ്ഞിരുന്നു. സ്തോത്രം. അപ്പൊ ദൈവത്തെ പരിജ്ഞാനം ധരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പരിജ്ഞാന പ്രകാരം അറിയുക, ദൈവത്തെ തിരിച്ചറിയുക, ദൈവത്തെ ദൈവം എന്നറിയുക. സ്തോത്രം. ദൈവത്തെ ദൈവം എന്നറിയുക. ഇപ്പൊ ദൈവം എന്ന് വിളിച്ചാൽ പോരാ, ദൈവത്തെ ദൈവം എന്നറിയാം. ദൈവം നമ്മെ നേർപാതയിൽ നടത്തും എന്നറിയണം. നടന്നില്ലെങ്കിൽ അതിന് ശിക്ഷ ഉണ്ട് എന്നും അറിയണം. ആ ശിക്ഷ എന്തിനാ? സ്നേഹത്തിന്റെ അടയാളമാണ്. പ്രൈസലോ, സ്നേഹത്തിന്റെ അടയാളമാണ്. ഇത് പ്രബോധനമായിട്ട് നമുക്ക് അറിവ് ലഭിക്കണം. ശിക്ഷ ശിക്ഷ സ്നേഹത്തിന്റെ അടയാളമാണ് എന്ന് പ്രബോധനമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കണം. ഈ പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നവൻ സ്തോത്രം മാനസാന്തരത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുക. സ്തോത്രം. അപ്പൊ ഇവിടെ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. റോമലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം തിരിച്ചറിയുന്നു എന്ന് പറയുന്നു. സ്തോത്രം. മാനസാന്തരത്തിന് വേണ്ടിയുള്ള പരിജ്ഞാനം അല്ലെങ്കിൽ പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. സ്തോത്രം. അപ്പൊ ദൈവത്തെ പരിജ്ഞാനത്തിൽ അറിയുമ്പോൾ ഞാനും ദൈവവും തമ്മിലുള്ള അകലം മനസ്സിലാവും. സ്തോത്രം. അപ്പൊ ദൈവത്തെ പരിജ്ഞാനത്തിൽ തിരിച്ചറിയുമ്പോൾ ഞാനും ദൈവവും തമ്മിൽ അടുപ്പത്തിലല്ല, അകലമാണ് എന്ന് മനസ്സിലാവും. കാരണം ദൈവം വിശുദ്ധൻ, ഞാനോ അശുദ്ധൻ. ഹല്ലേലൂയ. ദൈവം വിശുദ്ധൻ, ഞാനോ അശുദ്ധൻ. അശുദ്ധമായ അധരമുള്ളവൻ, അശുദ്ധമായ മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നവൻ എന്ന് തിരിച്ചറിയുന്നത് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ തക്കവണ്ണം പ്രബോധനം കേൾക്കുമ്പോഴാണ്. സ്തോത്രം. ആ ഒരു അന്തരീക്ഷമാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നു. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ കർത്താവിന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. നോക്കണം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ തക്കവണ്ണം പ്രബോധനം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടാണത്. ആ ഒരു മനുഷ്യൻ കണ്ട കാഴ്ചയാണത്. നമ്മളത് വായിച്ചിട്ട് പോലും ഒന്നും അറിയില്ല. നമ്മളത് വായിച്ചിട്ട് പോലും ഇതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. എന്നാൽ ഇതിന് ശ്രദ്ധ കൊടുക്കുക എന്ന് പറയുന്ന മാനസാന്തരത്തിലേക്കുള്ള തിരിവാണ്. ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നത് മാനസാന്തരത്തിലേക്കുള്ള തിരിവല്ല. ഇപ്പൊ ശ്രദ്ധ കൊടുക്കാതിരുന്ന സ്ഥാനത്തിൽ നിന്ന് ഈ വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന സ്ഥാനത്തിലേക്ക് ഈ ശ്രദ്ധ കർത്താവ് ആര്, കർത്താവിന് ചുറ്റും നിൽക്കുന്ന ആര്, കർത്താവ് എവിടെ ഇരിക്കുന്നു, ഈ കാഴ്ചപ്പാടുകൾ എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആമേൻ സ്തോത്രം സമർപ്പണം ചെയ്ത് ചിന്തിച്ച് പ്രാർത്ഥിച്ച് വിനയപ്പെട്ട് ആ ഏകാഗ്രതയിലായിരുന്ന മനുഷ്യന്റെ കാര്യം മനുഷ്യനെ തന്റെ അവസ്ഥ ചെയ്തിരിക്കുന്നത്. നമ്മളത് വായിച്ചിട്ട് പോലും ആ ഏകാഗ്രതയിലേക്ക് വരുവാൻ തക്കുള്ള മനസ്സ് പുതുക്കിയില്ലെങ്കിലോ അതിന്റെ സമാംശം എങ്ങനെ കിട്ടും? ഇതൊക്കെ വെല്ലുവിളിച്ച് സ്റ്റേജിൽ നടന്നത് ഇങ്ങനെ പ്രസംഗിച്ചാൽ മതിയോ? കഴിയുമ്പോക്കെ അത് പ്രസംഗമാവോ?
അത് സുവിശേഷ പ്രസംഗമാവോ? അത് ഗുഡ് ന്യൂസ് ആവോ? കൊള്ളാം, നല്ല പ്രസംഗമായിരുന്നു. ഹല്ലേലൂയ. ഇത് ഗുഡ് ന്യൂസ് നമ്മുടെ ജീവിതത്തിലായി മാറണമെങ്കിൽ ഇത് നമ്മൾ അനുഭവിക്കണം. ഈ കാഴ്ചപ്പാടുകൾ നമുക്ക് വരണം. ഈ കാഴ്ചപ്പാടുകൾ വായിച്ച് അതിൽ നമ്മൾ അനുരൂപരായി മാറണം. ഈ ലോകത്തിന് അനുരൂപരായിട്ടല്ല, ഈ എഴുതിയിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുരൂപരായി മാറണം. അപ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾ പറയും അത് പറ്റൂല, അത് കട്ടിലേക്കുള്ള യാത്രയാണെന്ന് പറയും. എൻ്റെ അടുത്ത് കിടക്കുന്നതാണ് വളരെ പലരും പറയുന്നത്. സ്തോത്രം. എൻ്റെ കാഴ്ചപ്പാടുകളും തിരിച്ചറിവ്, ചിന്ത, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെല്ലാം കട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദുരുപദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി മനഃപാഠമാക്കിയ മാനുഷിക കൽപ്പനയിൽ നിൽക്കുന്നവർ ഏത് വിധത്തിൽ പറഞ്ഞാലും അതൊന്നും നമുക്കൊരു വിഷയമല്ല. സ്തോത്രം, സ്തോത്രം. അതൊക്കെ പെരുമഴയുള്ള ദിവസത്തില് തോട് കവിഞ്ഞൊഴുകി, ആറ് കവിഞ്ഞൊഴുകി, ഡാം നിറഞ്ഞു പോകുമ്പോൾ അവരങ്ങ് പോകും. സ്തോത്രം. പക്ഷെ നമ്മൾ നിർഭയരായിരിക്കണം. അതിന് തക്കവണ്ണം പ്രബോധനം കൈക്കൊള്ളണം. ഈ പ്രബോധനങ്ങൾ ആരൊക്കെ കൈക്കൊള്ളുന്നു എന്ന അർത്ഥത്തിലല്ല നമ്മൾ കൈക്കൊള്ളാനുള്ളത്. ആരൊക്കെ കൈക്കൊള്ളുന്നില്ല, ആരൊക്കെ കൈക്കൊള്ളുന്നു, ഇതൊന്നും നമുക്കൊരു വിഷയമാകരുത്. നമുക്കൊറ്റ വിഷയമേ ഉള്ളൂ, ലക്ഷ്യം ഒന്നേ ഉള്ളൂ. സ്വർഗീയ പൗരന്മാരായി, സ്വർഗീയ പൗരത്വമുള്ളവരായി ആ പൗരത്വമുള്ള രാജ്യത്തിൽ എത്തിച്ചേരാം. ഹല്ലേലൂയ. അതിന് തക്കവണ്ണമുള്ള കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ ജാഗ്രതയുള്ളവരായി മാറേണ്ടതിനാണ് ദൈവം നമ്മെ മാനസാന്തരത്തിലേക്ക് തിരിക്കുവാൻ ദൈവം നമ്മോട് ദയ കാണിക്കുന്നു. അതിന് പ്രബോധനം ഇഷ്ടപ്പെടണം. വഹിക്കാം. സഭകൾ ചുറ്റും നിന്നുകൊണ്ട് ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ. ഹല്ലേലൂയ. മൗന വ്രതമല്ല കേട്ടോ അവർക്ക്. ഹലോ, അവർക്ക് മൗനവ്രതം അല്ലെന്ന്. തമ്മിൽ ഇണങ്ങാൻ പറ്റുമോ? എങ്കിലേ തമ്മിൽ ഇണക്കിയ നഗരത്തിലെത്താൻ പറ്റും. ഇതിനോട് നമ്മൾ ഇണങ്ങണമെങ്കിൽ നമ്മൾ മൗനവ്രതത്തിലിരുന്നാൽ പറ്റില്ല. ഇതിനൊക്കെ സ്ഥലണ്ടാക്കി വെച്ചിട്ട് മനഃപാഠമാക്കിയ മാനുഷിക കൽപ്പനയെടുത്ത് അവരോടുകൂടെ ഇണങ്ങിയാലും പറ്റില്ല. ഇവിടുന്നൊക്കെ നമ്മൾ മനംതിരിഞ്ഞ് വന്നതനുസരിച്ച് നമുക്ക് ഉറപ്പുണ്ടാവണം. ആ ദൈവത്തിന്റെ ദയയാണ് ഓർക്കണം. ഇനി പിന്മാറി പോകരുത്. പിന്മാറി പോയാൽ ദൈവത്തിന് അവരിൽ എന്തില്ല? പ്രസാദമില്ല. ദൈവത്തിന് അവരിൽ പ്രസാദമില്ലെങ്കിൽ എന്തില്ല? കൃപയില്ല. കൃപയില്ലെങ്കിൽ എന്തില്ല? ക്രിസ്തുവിൽ കൂടി രക്ഷയില്ല. പരിശുദ്ധാത്മാവ് മുഖാന്തരം തുണയില്ല, പക്ഷപാതമില്ല. പിന്നെ ആരുണ്ട് നമുക്ക്? സംഹാരക ദൂതനല്ലാതെ വേറെ ആരുണ്ട്? പിന്നെ നമുക്ക് നമ്മെ സംഹരിക്കുന്ന ദൂതനല്ലാതെ പിന്നെ വേറെ ആരാണ് നമുക്കുള്ളത്? അതുകൊണ്ട് നമുക്ക് വേണ്ടത് സംഹാര ദൂതനല്ല വേണ്ടത്. സംഹാര ദൂതൻ നമ്മെ വിട്ടുപോകണം. പരമസിയോന് ഞാൻ ഇനി അന്യരാവരുത്, അവിടുത്തെ അവകാശിയാവണം. ഹല്ലേലൂയ. അതിന് തക്കവണ്ണമാണ് ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് തിരിക്കുന്നത്. അങ്ങനെ മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ തക്കവണ്ണം ഈ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം വായിക്കുന്ന അനുസരിച്ചും മറ്റു ഭാഗങ്ങളിൽ വായിക്കുന്ന ആത്മീയ മണ്ഡലങ്ങൾക്കൊത്തവണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളോടും നമ്മൾ ഇണങ്ങണം. ഇതിനോട് ഇണങ്ങാത്തവരോർക്ക് അവർക്ക് ബുദ്ധിപദേശം കൊടുക്കണം, അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. അതിനൊക്കെ ദൈവം ഇതിൽ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. വ്യവസ്ഥകൾക്കൊത്തവണ്ണം അവർക്ക് ബോധം വരുത്തി കൊടുക്കണം. ബോധം വരുത്തി കൊടുക്കുകയും നമ്മൾ ക്രിസ്തുവിന്റെ പാത യാത്ര ചെയ്യുകയും വേണം. പിന്നെ ബോധം വരാത്തവരുടെ പാതയിലല്ല നമ്മൾ നിൽക്കാനുള്ളത്. ബോധം വരുത്തുന്ന ക്രിസ്തുവിന്റെ പാതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. എന്നാലേ ആ വഴിയുടെ ഫലം അനുഭവിക്കാൻ പറ്റും.
സ്തോത്രം, സ്തോത്രം. അപ്പൊ ഏത് വഴിയുടെ ഫലം നമ്മൾ അനുഭവിക്കണം? നമ്മുടെ സ്വന്തം വഴിയുടെ ഫലമല്ല അനുഭവിക്കാനുള്ളത്. യേശു ക്രിസ്തു എന്ന രക്ഷകന്റെ, സത്യമെന്ന യേശു ക്രിസ്തുവിന്റെ വഴിയുടെ ആ പാതയുടെ ഫലം നമ്മൾ അനുഭവിക്കണം. ഹല്ലേലൂയ. അത് അനുഭവിക്കണമെങ്കിൽ അതിനോട് നമ്മൾ ഇണങ്ങണം. അതിനോട് ഇണങ്ങണമെങ്കിൽ ഇണങ്ങാൻ പാടില്ലാത്തതിനോട് ഇണങ്ങരുത്. സ്തോത്രം. ഇതൊക്കെ പ്രബോധനമാണ്. ഈ പ്രബോധനങ്ങളൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ പുറകിലുണ്ട് പരിജ്ഞാനം. വേല ചെയ്യാൻ മനസ്സുണ്ടോ, പുറകിലുണ്ട് കൂലി. പഠിക്കാൻ മനസ്സുണ്ടോ, പുറകിലുണ്ട് മാർഗ്. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഗ്രഹിച്ചറിയാൻ നമുക്ക് മനസ്സുണ്ടോ, പുറകിൽ പരിജ്ഞാനമുണ്ട്, പുറകിൽ മാനസാന്തരമുണ്ട്, അതിന്റെ പുറകിൽ മാനസാന്തരത്തിന്റെ പ്രവൃത്തിയുണ്ട്, അതിനുള്ള ബന്ധത്തിൽ വിശ്വാസമുണ്ട്. അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയാത്തവരോടൊപ്പമുള്ള നമ്മുടെ വഴിയാത്രയും ജീവിതയാത്രയും നമ്മെ നാശത്തിലേക്ക് എത്തിക്കുമെന്ന് ജ്ഞാനോപദേശത്തിലും ലേഖനങ്ങളിലും പ്രവചനങ്ങളിലും സദൃശവാക്യത്തിലും പ്രൈസലോട് ന്യായപ്രമാണത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ട് കാണാത്തവരാകരുത്, കേട്ടിട്ട് കേൾക്കാത്തവരാകരുത്, ചിന്തിക്കാത്തവരാകരുത്, മനം തിരിയാത്തവരാകരുത്. കാരണം ദൈവത്തിന് ദയവയ്ക്കുക, നമ്മെ മാനസാന്തരത്തിലേക്ക് തിരിക്കുക. നമ്മൾ അതിനെ അതിക്രമിച്ച് ജീവിക്കരുത്. അതിക്രമിച്ചു പോകുന്നുവെങ്കിൽ അനുഭവിച്ച് മടങ്ങി വരിക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകൻ ആത്മാവ് പറയുന്നത്, ഇസ്രായേലേ, നീ മനം തിരിയുന്നുവെങ്കിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു കൊള്ളുക. കുറ്റമേറ്റു പറഞ്ഞ് എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ പോയി എന്റെ സ്ഥലത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ചെവികളിൽ മുഴങ്ങി നിൽക്കേണ്ട ശബ്ദമായിരിക്കും. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം, അങ്ങനെ ആയിരിക്കണം നമ്മുടെ വളർച്ച, അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം, അങ്ങനെ ആയിരിക്കണം നമ്മുടെ ബലാത്കാരം. ഹല്ലേലൂയ. നാശത്തിലേക്ക് പോകുന്നവരുടെ ജീവിതയാത്രയല്ല നമ്മൾ ആയിരിക്കാനുള്ളത്, ജീവനിലേക്ക് പോകുന്നവരുടെ ജീവിതയാത്രയായിരിക്കണം. അതുകൊണ്ടാണ് ഭക്തന്മാർ ബലാത്കാരം വേണ്ടി വെല്ലുവിളിച്ചത്. ഞാൻ യഹോവയുടെ പക്ഷത്തുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ, യഹോവയുടെ പക്ഷത്തുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ. അവർ തമ്മിൽ എപ്പോഴും ഇണങ്ങിയിരിക്കണം. എങ്കിലും തമ്മിൽ ഇണക്കിയ നഗരമായി ശേഷിക്കപ്പെടുള്ളൂ. എങ്കിൽ മാത്രമേ യെരൂശലേമിന്റെ അവകാശം പ്രാപിക്കാൻ കഴിയൂ. എങ്കിൽ മാത്രമേ അവിടെ നിന്ന് സിയോന്റെ അവകാശം പ്രാപിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിന് മുഖാന്തരമായിട്ടാണ് യെശയ്യാ പ്രവാചകൻ കാണുന്ന കാഴ്ച. വായിക്കാം. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആമേൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവ്വഭൂമിയിൽ യഹോവയുടെ മഹത്വങ്ങൾ ഹല്ലേലൂയ. സർവ്വഭൂമിയിലും യഹോവയുടെ മഹത്വങ്ങൾ നിറഞ്ഞിരിക്കുന്നു, യഹോവയുടെ മഹത്വങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മൗനവ്രതത്തിലല്ല പറഞ്ഞത്, ആർത്തു പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ആർപ്പിന്റെ ശബ്ദം നാം പ്രദേശത്ത് പാർക്കുന്ന വീടുകളിൽ ഉണ്ടാകണം. ഈ ആർപ്പിന്റെ ശബ്ദം നാം പ്രദേശത്ത് പാർക്കുന്ന വീടുകളിൽ ഉണ്ടാകണം, വീടിനകത്തുള്ളവരിൽ ഉണ്ടാകണം. സ്തോത്രം. ഈ മനപാഠമാക്കിയ മാനുഷിക കൽപ്പനയിൽ നിന്നൊക്കെ എന്നെ ശരിക്കും തികച്ചും വ്യത്യസ്തമായി പരിച്ഛേദന ചെയ്ത് മാറ്റിയത് ഇങ്ങനെയുള്ള വാക്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ വീട്ടിലുള്ളവരിലുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഉണ്ടാകുമ്പോൾ അറിയാം, എന്തറിയാം, ആരൊക്കെ തമ്മിൽ തമ്മിൽ ഇണങ്ങുന്നു എന്ന് അപ്പോൾ അറിയാം. ഇല്ലെങ്കിലോ അറിയാൻ കഴിയില്ല. എല്ലാവരും നല്ലവരാ, എല്ലാവരും വിശുദ്ധരാ, എല്ലാവരും വിശ്വാസികളാ, ഒന്നും അറിയാൻ കഴിയില്ല. മൂഢന്മാരായി മാറും, കുരുടന്മാരായി മാറും. ഇതൊക്കെ നമ്മൾ പാർക്കുന്ന ഇടത്ത് പ്രകീർത്തിച്ചു വരുമ്പോഴാണ് ആരൊക്കെ തമ്മിൽ ഇണങ്ങുന്നറിയാൻ കഴിയുന്നത്. അതിൽ അവരുടെ വീടുകൾ അവർ ഓർത്തോളണം, അവരവരെ കൂടെ ഇടപെടുന്നവരെ കുറിച്ച് ഓർത്തോളണം. ആരൊക്കെ ഇതിനോട് ഇണങ്ങുന്നു, അതിന് ഓർക്കണമെങ്കിൽ കേട്ടു പറയണ്ടേ? കേട്ടു പറഞ്ഞാൽ അറിയാൻ പറ്റും ഇണങ്ങുന്നവരാര്, ഇണങ്ങാത്തവരാര്.
അല്ല ഭക്തനാകുന്ന അയ്യോ പറയുന്നത് ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കാൻ. പ്രാർത്ഥിച്ചാൽ സമാധാനം കിട്ടില്ല, ഉപവസിച്ചാൽ സമാധാനം കിട്ടില്ല. ദൈവത്തോട് ഇണങ്ങണം. ദൈവത്തോട് ഇണങ്ങണമെങ്കിൽ ദൈവത്തോട് ഇണങ്ങുന്നവരോടുകൂടെ ഇണങ്ങണം. അല്ല സമത്തിന് സമം ദൈവത്തോട് ആക്കിണയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ വിചാരിക്കുന്നെങ്കിൽ അത് മനഃപാഠമാക്കിയ മനുഷ്യകൽപ്പനയാകുന്ന ശുദ്ധ അബദ്ധം. അതെല്ലാം കൾട്ടാണ്, കൾട്ട്. അതെല്ലാം ദുരുപദേശമാണ്, അതെല്ലാം നിക്കൊല്ലോ ഉപദേശമാണ്. അതൊന്നും അടിസ്ഥാനമില്ലാത്ത ഉപദേശമാണ്. ഹല്ലേലൂയ, പ്രബോധനം ഇഷ്ടപ്പെടാത്ത ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ അവരവര് പാലിക്കുന്ന വീടുകളില് ആമേൻ സ്തോത്രം. എത്ര പാസ്റ്റർമാരുടെ വീടുകളില്, എത്ര അച്ഛന്മാരുടെ ശുശ്രൂഷയുടെ വീടുകളിൽ ഇതൊക്കെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. കൺവെൻഷൻ സ്റ്റേജിൽ കയറി ഭയങ്കര മുഴക്കം നടത്തുമല്ലോ. കുറച്ച് ആൾക്കാർ സ്റ്റേജിൽ കിട്ടിയാൽ, ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാരെ കൂടി കിട്ടിയാൽ ഭയങ്കരത്തിൽ മുഴക്കുമല്ലോ. പക്ഷെ അവരവരെ വീടുകളിൽ എത്ര മുഴക്കുന്നത്? അവരവരെ വീടുകളിൽ മുഴക്കുമ്പോൾ അറിയാം എത്ര പേര് ഇതിനോട് ഇണങ്ങി വരുന്നു. ഇണങ്ങി വരുന്നവർ തമ്മിൽ ഇണക്കുന്ന നഗരമായി നഗരത്തിൽ പ്രവേശിക്കും. നഗരത്തിൽ പ്രവേശിക്കുന്നവർ യെരുശലേമിന്റെ അവകാശിയാവും. അവകാശി ആകേണ്ടതിന് ശരീരത്തിലിരിക്കുമ്പോഴേ യെരുശലേമിന്റെ വചനങ്ങളെ കൈക്കൊള്ളും. സ്തോത്രം. ഇതൊക്കെ തെളിവുകളോട് കൂടെയുള്ള ഗുഡ് ന്യൂസാണ്. ഇതൊക്കെ തെളിവുകളോട് കൂടെയുള്ള സുവിശേഷമാണ്. ഇതെല്ലാം തെളിവുകളോട് കൂടെയുള്ള വെളിച്ചത്തിന്റെ ആത്മാവാണ്. സ്തോത്രം. ഇതെല്ലാം നമ്മൾ തിരിച്ചറിവ് പ്രാപിച്ചില്ലെങ്കിൽ ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതം ലക്ഷ്യം തെറ്റിപ്പോകും. ആശകളെല്ലാം നിരാശയായി മാറും, പരീക്ഷയിൽ തോറ്റുപോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എല്ലാം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം നടക്കണം, പ്രവർത്തനം നടക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവരാർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ശിക്ഷാര കൊണ്ട് നിറഞ്ഞു, ആത്മാവ് കൊണ്ട് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മൗനവ്രതം എടുക്കുന്നവർക്കൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റു പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പലരും വിട്ടുപോയത്. നമുക്ക് പറ്റൊന്നുമില്ല കൈയടിക്കാൻ ഏറ്റു പറയുന്നൊന്നും. പ്രൈസ് ദി ലോർഡ്. അല്ല, കൈയടിക്കാനും ഇതൊക്കെ ആർത്ത് പറയാനും കഴിയാത്തവർക്ക് അവർക്ക് സ്വന്തം വഴി, ക്രിസ്തുവിന്റെ വഴിയല്ല അത്, അവർക്ക് സ്വന്തം വഴി. അതുകൊണ്ട് സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കും അവര്. പ്രൈസ് ദി ലോർഡ്. ഇതിനോട് ഇണങ്ങിയാല് ഇതൊക്കെ ഏറ്റു പറയാൻ കഴിയും. ഇനി ഇണങ്ങാതെ ഏറ്റു പറയേണ്ട കാര്യമില്ല. ഇണങ്ങാതെ ഏറ്റു പറഞ്ഞാൽ പറയുന്നതുള്ള ബന്ധത്തിലെങ്കിലും ഇണങ്ങിക്കൊള്ളണം. ഇണങ്ങിയാൽ തമ്മിലിണക്കുന്ന നഗരമായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഇല്ലാതെ വിശ്വസിച്ചെന്ന് പറഞ്ഞ് കിട്ടില്ല കേട്ടോ. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ അർത്ഥമില്ല കേട്ടോ. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വ്യാജമായ വാക്കുകൾ കൊണ്ട് പറയാം, അത്രയേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ ജീവന്റെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ചേർന്ന്, അമ്മയും അപ്പനും മക്കളും കൂടെ എല്ലാവരും കൂടെ ചേർന്ന്, വീട്ടിൽ ഏതെല്ലാം മുറയിലുള്ള ആൾക്കാരുണ്ട് എല്ലാവരും ഒത്തുചേർന്ന് തമ്മിൽ ഇണങ്ങുന്നതെങ്കിൽ എല്ലാവരും ഒരേ സ്ഥലത്തോടുകൂടെ തമ്മിൽ ഇണക്കുന്ന ആ നഗരമായി പണിയപ്പെടുന്ന ആ പുത്തൻ യെരൂശലേമിന്റെ അവകാശിയാകേണ്ടത് ഇന്ന് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഏതൊരുവിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായി നമുക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധം വലിക്കില്ല. മാത്രമല്ല, നമുക്കെതിരായി ഉണ്ടാക്കുന്ന ആയുധം ആരാണുണ്ടാക്കിയോ അവരുടെ നെഞ്ചത്തടിക്കും. അതാണ് യേശു പറഞ്ഞു, വാളെടുക്കുന്നവൻ, കുഴി കുഴിക്കുന്നവർ, കല്ലുരുട്ടുന്നവന്റെ മേൽ വേല ഒളിക്കുന്നവനെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്തവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അടുത്തവര് അത് ഇന്നാലെ കുഴപ്പം കണ്ടാണ്, ഇന്നാലെ കുഴപ്പം കണ്ടാണ്, ഇന്നാലെ കുഴപ്പം കണ്ടാണ്, ഒരു കാര്യമില്ല അല്ലേ. പ്രൈസ് ദി ലോർഡ്.
കാര്യം അറിയാതെ ഇന്നേറെ കുഴപ്പം കണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്നവർക്കും കൂടി അത് അനുഭവിക്കേണ്ടി വരും. അതാണ് വേദന. സ്തോത്രം. അപ്പോൾ അതുപോലെ അനുഭവിക്കാതിരിക്കത്തക്കവണ്ണം നമുക്ക് പ്രബോധനം വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുതലും എത്രയാണ്, എത്ര വലുതാണെന്ന് നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിന് കൂട്ടുനിൽക്കുന്നവർക്ക്, പാപത്തെ പാപമെന്ന് ബോധവൽക്കരിച്ച് കൊടുക്കാത്തവർക്ക് ഇതിന്റെ സമാംശം കിട്ടുന്നുള്ള കാര്യം പ്രസംഗിക്കുന്ന ആൾക്കാർ സമൂഹത്തുണ്ട്. പക്ഷെ ഇതിലേക്ക് വ്യാജമാണെന്ന് പ്രസംഗിക്കുന്നവരും ഉണ്ട് ഇഷ്ടം പോലെ. നമ്മൾ ഓർക്കണമേ, ദൈവത്തിന്റെ ന്യായം നമ്മുടെ അന്യായം കൊണ്ട് മറച്ചു വയ്ക്കരുത്. ദൈവത്തിന്റെ ന്യായം വെളിപ്പെട്ട് നിൽക്കണം. ദൈവത്തിന്റെ ന്യായത്തിന്റെ മുൻപില് നമ്മുടെ അന്യായം ഉന്മൂലനാശമാക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മോട് ദയ കാണിക്കുന്നത്. സദൃശവാക്യം 12 വരുമ്പോൾ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ശാസനം വെറുക്കുന്നവർ ആരാണ്? വെറുക്കുന്നവർ ആരാണ്? ശാസനം വെറുക്കുന്നവർ ആരാണ്? മൃഗപ്രായൻ. എന്നാൽ ഞാൻ ശാസനം വെറുക്കുന്നവനാണ്. എന്റെ ജീവിത അനുഭവത്തിൽ ഞാൻ ശാസനം വെറുക്കുന്നവനാണ്. പക്ഷെ ഞാൻ വെറുക്കുന്ന ഏത് ശാസനം? ദൈവകൽപ്പനയിൽ നിന്ന് മനഃപ്പാഠമാക്കിയ മനുഷ്യകൽപ്പനയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചിട്ട് അങ്ങനെ വരാത്ത കാരണത്താൽ എന്നെ ശാസിക്കുന്നതുകൊണ്ട് ഞാൻ ആ ശാസനം വെറുക്കുന്നു. മനസ്സിലായില്ല? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദയ എന്നെ മാനസാന്തരത്തിലേക്ക് തിരിക്കുമ്പോൾ ആ മാനസാന്തരമല്ല, അത് കൾട്ടാണ്, അത് ദുരുദ്ദേശമാണ്, അതിന്റെ അവസാനം പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ഞാൻ അംഗീകരിക്കാത്ത കാരണത്താൽ എന്നെ ശാസിക്കുന്നവരുണ്ട്. ആ ശാസനയെ ഞാൻ അന്ന് വെറുക്കുന്നു, ഇന്നും വെറുക്കുന്നു, നാളെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെയും വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനഃപ്പാഠമാക്കിയ മനുഷ്യകൽപ്പനയിൽ നിന്ന് ദൈവകൽപ്പനയിലേക്ക് തിരിക്കാൻ നോക്കുമ്പോൾ അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള ശാസന വരുമ്പോൾ ആ ശാസന വെറുക്കുന്നവൻ മൃഗപ്രായൻ. എങ്ങനെ അറിയാം? 92 സങ്കീർത്തനം വായിക്കുമ്പോൾ മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല. എന്താണെന്ന് അറിയുന്നില്ല. മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മനഃപ്പാഠമാക്കിയ മനുഷ്യകൽപ്പനയും ദൈവകൽപ്പനയും നമ്മളെ വ്യത്യാസം ഗ്രഹിക്കാത്തവൻ മൂഢനാണ്. അവൻ മൃഗപ്രായനാണ്. എങ്ങനെ മൃഗപ്രായനായി? പ്രബോധനം ഇഷ്ടപ്പെടാത്തതിന് കാരണത്താൽ, പരിജ്ഞാനം വെറുത്ത കാരണത്താൽ അവൻ മൃഗപ്രായനാകുവാൻ തക്കവണ്ണം അവൻ ശാസന വെറുത്തു. ഇതിൽ അവനെന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ അതിൽ അവനെന്നും വരും, അവളെന്നും വരും. പ്രായ വ്യത്യാസം അവിടെ ഇല്ല. അറിവ് വെച്ച ഏതൊരു വ്യക്തി ഇതിൽ പങ്കാളിയാണ്. വായിക്കുവാനും കേൾക്കുവാനൊക്കെ അറിവ് വെച്ച എല്ലാ വ്യക്തിയും ഇതിൽ പങ്കാളിയാണ്. വ്യക്തിയുടെ സാമ്പത്തിക ആമേശ്വരം വരൾച്ചുള്ളവരാണോ? ദൈവത്തിന് വിഷയമല്ല. സാമ്പത്തിക വളർച്ചയുള്ളവരാണോ? ദൈവത്തിന് വിഷയമല്ല. അംഗഹീനനാണോ? ദൈവത്തിന് വിഷയമല്ല. ആരോഗ്യമുള്ളവരാണോ? അതൊന്നും ദൈവത്തിന് വിഷയമല്ല. കേൾക്കേണ്ട പ്രാപ്തിയുണ്ടോ? വായിക്കേണ്ട പ്രാപ്തിയുണ്ടോ? രണ്ട് പ്രാപ്തി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഓരോരുത്തരും ഇത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ, അറിഞ്ഞേ പറ്റത്തുള്ളൂ, തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വായിക്കാമത്. മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. അതെന്ന് പറയുന്നത് ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്താണ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതെന്ന് പറയാം. എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തി? എത്ര വലുതാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കാര്യം, ഈ ഭൂമിയിൽ അനുഗ്രഹമാകുന്ന, ഈ ഭൂമിയിൽ ആയുസാകുന്ന,
ഈ ഭൂമിയിലേതായ കാര്യങ്ങൾ അതെല്ലാം ചെറുതാ. വലുതെന്ന് പറഞ്ഞ ആത്മീയ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നു. എത്ര വലുതാകും ദൈവത്തിന്റെ പ്രവൃത്തി? ഒരു രോഗസൗഖ്യമല്ല, അത് ചെറുതാ. രോഗസൗഖ്യം ചെറിയ കാര്യം. ഒരു വിവാഹം നടക്കുന്നത് ചെറിയ കാര്യമോ? മരിച്ച ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്നെങ്കിൽ അതൊരു ചെറിയ കാര്യമോ? എന്നൊക്കെ വീണ്ടും മരിക്കുമല്ലോ. എല്ലാം ചെറിയ കാര്യമോ, സിമ്പിളാ. അത് വലുതൊന്നും പറയില്ല, അതിലൊന്നും തുള്ളിച്ചാടാനില്ല, അതിലൊന്നും സന്തോഷിക്കാനില്ലെന്ന്. ജോലിയില്ലാത്ത വ്യക്തിക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയോ? അതൊരു ചെറിയ കാര്യമോ? വലിയ ഒരുപാട് കടമുണ്ടായിരുന്നു, കടം മാറിയോ? എന്നൊരു ചെറിയ കാര്യമോ? വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തിനേക്കാൾ വിലപ്പെട്ടത്, സർവ്വലോകത്തിനേക്കാൾ വിലപ്പെട്ട കാര്യം അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. എത്ര വലുതാണ് അത് ഗ്രഹിച്ചറിയുവാൻ, അതൊന്ന് ചിന്തിക്കുവാൻ, അതൊന്ന് കേൾക്കുവാൻ നമുക്ക് ദൈവം തന്ന ഭാഗ്യം ചെറുതല്ല. കേട്ടോ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ കാര്യങ്ങൾ കേട്ട് സന്തോഷിച്ച് അവൻ സമാധാനം ചെയ്യിച്ചു പോകുന്നതല്ല വലുത്. അതെല്ലാം വളരെ സിമ്പിൾ കാര്യമോ, ഒന്നും അല്ലാത്ത കാര്യമോ. എന്നാൽ നിത്യജീവന്റെ പ്രത്യാശ, നിത്യജീവന്റെ പ്രതീക്ഷ, നിത്യ പൗരത്വം, അവൻ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, തമ്മിൽ ഇണക്കുന്ന നഗരത്തോട് ചേർന്ന് ആ പട്ടണത്തിൽ ചേർന്ന് ചെന്നെത്തുന്ന കാര്യങ്ങള് എത്ര വലുതെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വലുതും ചെറുതും തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വലുതും ചെറുതും തിരിച്ചറിയേണ്ട ഭാഗ്യം ദൈവം തന്നത് നമ്മളത് ഇല്ലാതാക്കി കളയണം. വലുതും ചെറുതും തിരിച്ചറിയാൻ മനസ്സില്ലാത്തവരുള്ള ജീവിതത്തിൽ നമ്മൾ പങ്കാളിയായി ഇതിനെ എന്തിനാ ഉന്മൂലനാശമാക്കണം? നമ്മുടെ തീരുമാനം മനുഷ്യൻ അംഗീകരിച്ചില്ലെങ്കിലും നമ്മുടെ തീരുമാനം സ്വർഗം അംഗീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കണമേ, യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ തീരുമാനം ലോകം അംഗീകരിച്ചില്ല, പക്ഷേ സ്വർഗത്തിന് ദൈവം അംഗീകരിച്ചു. സ്തോത്രം, സ്തോത്രം. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ തീരുമാനം ലോകം അംഗീകരിച്ചില്ല, പക്ഷേ ദൈവം അംഗീകരിച്ചു. ലോകത്തിന് മുമ്പിൽ അവർ കളങ്കമുള്ളവരായിരുന്നു, കരടുള്ളവരായിരുന്നു. പക്ഷേ അവർ ദൈവസന്നിധിയിൽ ആ കരടിനും കളങ്കത്തിനും പരിഹാരം വരുത്തിയവരായിരുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവ് പ്രാപിക്കണം, തിരിച്ചറിവ് പ്രാപിക്കണം. ദൈവത്തോട് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണം. ദൈവത്തോട് നല്ല മനസാക്ഷിയാകുമ്പോൾ ലോകത്തോട് ചിലപ്പോൾ അവൻ ദുർമനസാക്ഷിയായെന്ന് വരാം. അത് ദുർമനസാക്ഷി അല്ല, പക്ഷെ ലോകക്കാർ ദുർമനസാക്ഷിയായിട്ട് ചിത്രീകരിക്കും. അതാണ് പത്രോസ് അപ്പോസ്തലൻ അവൻ ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 4-ാം അധ്യായം വായിക്കുന്നവർ കാണാൻ കഴിയുന്നു. വായിക്കാം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നാവും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കണം. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവർ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹത്തിനല്ല. എന്ത് മനസ്സിലാവുന്നുണ്ട്? മനുഷ്യന്റെ ഇഷ്ടത്തിന് ജീവിച്ചാൽ, മനുഷ്യന്റെ മോഹത്തിന് ജീവിച്ചാൽ അവർക്കിഷ്ടം, പക്ഷെ ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് ജീവിച്ചാൽ മനുഷ്യർക്ക് ഇഷ്ടമല്ല. നമുക്ക് സ്വർഗത്തിലെ പൗരത്വം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആരുടെ ഇഷ്ടത്തിന് ജീവിക്കണം? ഇതൊക്കെ പച്ചയ്ക്ക് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടനുസരിപ്പാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ ഉത്തരവാദി ദൈവമല്ല, ഉത്തരവാദി യേശുക്രിസ്തു അല്ല, ഉത്തരവാദി പരിശുദ്ധാത്മാവല്ല, ഇതിന് ഉത്തരവാദി പിശാചുമല്ല, ഉത്തരവാദി നമ്മൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി മനുഷ്യന്റെ മോഹത്തിനല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ആരുടെ ഇഷ്ടത്തിന് ജീവിക്കണം? ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം.
ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ദൈവത്തിന് ഇഷ്ടം ജാതികളോട് ഇടകളോട് ജീവിക്കുക എന്നതല്ല. ദൈവത്തിന് ഇഷ്ടം ലോകത്തോട് ഇണങ്ങി ജീവിക്കുക എന്നതല്ല. ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തോട് ഇണങ്ങുക. Praise the Lord. ദൈവത്തിന് ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിയുന്നു. Praise the Lord. കേൾക്കണമേ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പാപം വിട്ടൊഴിയാൻ കഴിയില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പാപം വിട്ടൊഴിയാൻ കഴിയണമെങ്കിൽ നമ്മൾ മനുഷ്യന്റെ ഇഷ്ടം വിട്ട് ദൈവ ഇഷ്ടത്തിൽ ജീവിക്കണം. ദൈവ ഇഷ്ടത്തിൽ ജീവിക്കാത്ത പക്ഷം യേശു ക്രിസ്തുവിൽ കൂടെ പാപമോചനമെന്ന വീണ്ടെടുപ്പ് നമുക്കില്ല. അംഗീകരിക്കാൻ പറ്റും? മനസ്സിലാകുന്നുണ്ടോ? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, ഇവിടെ തെക്കോടക്കാട് കിടക്കുന്ന ഒരു പ്രസംഗി പോലല്ല തിരുവഴുത്ത്. യെശയ്യാ പ്രവചനത്തിൽ പറയുന്ന പോലെ നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് എല്ലാവരും വെല്ലുവിളിച്ച് പ്രസംഗിക്കുക. പക്ഷെ മാനസാന്തരപ്പെടാത്തവർക്ക് വെളുപ്പിക്കോ? അത് പറയോ? നമ്മുടെ ക്രിസ്തീയ ജീവിത ചരിത്രത്തില് മാനസാന്തരപ്പെടാത്തവർക്ക് അതിന് ഹിമം പോലെ വെളുപ്പിക്കില്ല എന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? പ്രബോധിപ്പിച്ചിട്ടുണ്ടോ? മൗനമായിട്ട് പറഞ്ഞു. Praise the Lord. Praise the Lord. അപ്പോൾ ഓരോ ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ, ആ വചനങ്ങൾ മുഖാന്തരം നമുക്ക് ശുദ്ധീകരണം കിട്ടുമെന്നല്ല. ആ വചനത്തിൽ കൂടി നമുക്ക് ശുദ്ധീകരണം വേണമോ? നമ്മുടെ പാപം കടിച്ചോ പെരുന്നലെ ഹിമമാല വെളുക്കണമോ? നമ്മൾ മാനസാന്തരപ്പെടണം. ദൈവത്തിന് ദയ പ്രവർത്തിക്കുക, നമ്മെ മാനസാന്തരത്തിന് തിരിക്കാൻ. മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് പ്രവർത്തി ചെയ്താലേ നമ്മുടെ പാപ ഹിമം പോലെ വെളുക്കൂ എന്ന് പ്രസംഗിക്കാത്ത മരമണ്ടന്മാർ ദൈവത്തിന്റെ ദാസന്മാരല്ല. മരമണ്ടന്മാരെന്ന് പറഞ്ഞു അങ്ങനെ പറയാമോ? Praise the Lord. എത്ര പറഞ്ഞിട്ടും കേട്ടനുസരിക്കാൻ മനസ്സില്ലാത്തവർക്ക് കൊടുക്കേണ്ട പേരെന്താ? Praise the Lord. ദൈവത്തോട് ഇണങ്ങുന്നവർ മറ്റൊന്നിന് പേരിട്ടാൽ അത് പേര് തന്നെയാണ്. ദൈവത്തോട് ഇണങ്ങുന്നവർ സ്വഭാവം അനുസരിച്ച് മറ്റൊരു വ്യക്തിക്ക് പേര് കൊടുത്താൽ അത് പേര് തന്നെയാണ്. Praise the Lord. Praise the Lord. ചില ആൾക്കാർ പറയും ആനമണ്ടൻ എന്ന് പറയും. അറിയാമോ പറയുന്നത് ആനമണ്ടൻ? ആര് പറയുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പാപപരിഹാരം എന്ന വീണ്ടെടുപ്പ് വേണമോ? ദൈവത്തിന്റെ ദയക്കൊത്തവണ്ണം നമ്മൾ മാനസാന്തരത്തിലേക്ക് തിരിയണം. മനുഷ്യന് ഇഷ്ടം വിട്ട് ദൈവ ഇഷ്ടത്തിലേക്ക് തിരിയണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീവന്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിക്കണം.